നമുക്ക് ഒരു കോൺട്രാക്ടറിനെ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു റെഡ് ഫ്ലാഗ് ഉണ്ട്. കാര്യം നമുക്ക് ഒരു ഡിസൈൻ പോലും ആകുന്നതിന് മുന്നേ ഞാനൊരു കോൺട്രാക്ടറിന്റെ അടുത്ത് ചോദിക്കുകയാണ്, എനിക്ക് ഒരു വീട് ചെയ്യണം, എന്ത് കോസ്റ്റ് ആവും? കണ്ണും പൂട്ടി ഒരാൾ 2000 അല്ലെങ്കിൽ 2500 എന്ന് പറയുകയാണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ല ഇൻഫോർമേഷൻ, ഏറ്റവും ബെസ്റ്റ് ഇൻഫോർമേഷൻ. ഇത് റേറ്റ് പറഞ്ഞിട്ടുണ്ടോ ആർക്ക് വർക്ക് കൊടുക്കരുത്. വെൽക്കം ടു ജാപ്പി വിത്ത് ശങ്കർ, പവർഡ് ബൈ CB എംപോറിയം. കൺസ്ട്രക്ഷൻ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ചതിക്കുഴികൾ എന്തൊക്കെയാണ്? നിങ്ങളുടെ പണം എവിടെ എങ്ങനെയൊക്കെ ചെലവഴിക്കണം തുടങ്ങിയ കാര്യങ്ങൾ എക്സ്പേർട്സുമായിട്ടുള്ള ഒരു ഡിസ്കഷനാണ് ഈ പോഡ്കാസ്റ്റിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ പോഡ്കാസ്റ്റ് പാനലിൽ നിന്ന് പരിചയപ്പെടാം. ആദ്യമായി സ്ട്രക്ചറൽ എഞ്ചിനീയറായ തോമസ് മാത്യുവിനെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹം കേരളത്തിലെ തന്നെ വൺ ഓഫ് ദ ലീഡിംഗ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ കൺസൾട്ടൻസിയായ ഗ്രാവിറ്റി എലമെൻറ്റ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൽ 10 വർഷത്തിന് മുകളിൽ എക്സ്പീരിയൻസ് ഉള്ള മിസ്റ്റർ തോമസ് 100-ലധികം റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, ഹോസ്പിറ്റാലിറ്റി സെക്ടറുകൾ ഉള്ള പ്രൊജക്ട്സ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അടുത്തതായി ആർക്കിടെക്ട് ഫ്രെഡി എബ്രഹാം തോട്ടത്തിൽ, സെവൻസ്കേപ്പ് ആർക്കിടെക്ട്സ് എന്ന ഫേമിൻ്റെ ഡയറക്ടറും എൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്റ്റുമാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സിൽ മെമ്പറുമാണ്. എക്സ്പെരിമെൻറ്റേഷൻ ആൻഡ് ഇന്നോവേഷൻ മുഖമുദ്രയാക്കിയ ആർക്കിടെക്ട് ഫ്രെഡിയുടെ പല വർക്കുകളും ഡിസൈനർ ആൻഡ് ബിൽഡർ, വനിതാ വീട്, മനോരമ, പാപ്പിടം മുതലായ മാഗസിൻസിൽ പബ്ലിഷ് ചെയ്തതാണ്. നൂറിനാട് CB എംപോറിയത്തിൻ്റെ വ്യത്യസ്തമായ ഡിസൈനിന് പിന്നിൽ പ്രവർത്തിച്ചത് ആർക്കിടെക്ട് ഫ്രെഡിയാണ്. അടുത്തതായി ബിൽഡർ സെഗ്മെൻറ്റിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് ഡോക്ടർ ആശിഷ് ജോൺ മാത്യു. A-Square ബിൽഡേഴ്സ് എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും CEOയുമാണ് ഡോക്ടർ ആശിഷ് ജോൺ മാത്യു. ആശിഷ് ഒരു M.Tech ഗ്രാജുവേറ്റ് ആണ്. അദ്ദേഹം എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അത് കഴിഞ്ഞ് ട്രഡീഷണൽ ആർക്കിടെക്ചറൽ ഡിപ്ലോമ എടുത്തു. ഇപ്പോൾ കൂടുതലും റെസിഡൻഷ്യൽ പ്രൊജക്ട്സ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. എൻ്റെ പേര് ശങ്കർ നാരായൺ. ഞാൻ CB എംപോറിയത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോൾ ജാപ്പി വിത്ത് ശങ്കറിലേക്ക് നിങ്ങൾക്ക് 3 പേർക്കും സ്വാഗതം. താങ്ക് യു. ഒരു ചെറിയ സംശയം, എന്താണ് ഈ ജാപ്പി? ജാപ്പി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഹെർബൽ ടീ. അപ്പോൾ നമ്മൾ ഈ കോഫി വിത്തുകാരൻ, അത് ചായ, അങ്ങനെ പല പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു വെറൈറ്റിക്ക് ജാപ്പി എന്നങ്ങ് പിടിച്ചതാണ്. ഇത് ഹെർബൽ ടീ ആണ്. എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വന്നിട്ട് കൊള്ളത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ മൊത്തത്തിൽ പ്രശ്നം. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതായത് ഇപ്പം ഭയങ്കര മഴയാണല്ലോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് തോമസിനോട് ഞാൻ ചോദിക്കാം, ഭയങ്കര മഴയാണല്ലോ ഇപ്പോൾ. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഒന്നീ ഭയങ്കര മഴ, ഭയങ്കര വെയിൽ, അങ്ങനെ എക്സ്ട്രീം ക്ലൈമറ്റ്സ് ആണ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധയിൽ വെക്കേണ്ടത്? ഓക്കെ, നല്ലൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ കിട്ടിയത്. കാര്യം നമുക്കെല്ലാം അറിയാവുന്ന പോലെ നമ്മൾ കേരളം ബേസിക്കലി നമ്മൾക്ക് ഉള്ളത് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ജൂൺ തൊട്ട് സെപ്റ്റംബർ വരെ ടെൻഡേറ്റീവ്ലി മിക്ക സമയത്തും നമുക്ക് മഴ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ഈ വർഷം നമുക്ക് ഒത്തിരി മഴ കൂടുതലുമാണ്. പക്ഷെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ട്രഡീഷണലായിട്ട് നിലവിലുണ്ടായിരുന്ന ആർക്കിടെക്ചർ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ ഈ ഒരു പെർട്ടിക്കുലർ ക്ലൈമറ്റിന് വേണ്ടിയിട്ടായിരുന്നു അതിൻ്റെ അത് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്തിരുന്നത്. പക്ഷെ ഒരു 2000-കളുടെ സ്റ്റാർട്ടിങ്ങോടെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആ പഴയ ഡിസൈൻ എല്ലാം ഉപേക്ഷിച്ച് പുതുമയിലേക്ക് വന്നു. നമ്മൾ കുറച്ച് കൂടുതൽ പുതുമയിലേക്ക് ആയി പോയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാര്യം അടുത്ത ക്വസ്റ്റ്യൻ ആർക്കിടെക്റ്റിനോട് ചോദിക്കേണ്ടതാണ് ഇതിനെക്കുറിച്ച്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒരു ഓർമ്മയുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. ഒരു 10-15 വർഷം മുന്നേ എല്ലാവരും കോണ്ടംപററി വീടുകളിലേക്കായിരുന്നു എല്ലാവർക്കും താല്പര്യം. ആർക്കും ഈ ട്രഡീഷണൽ റൂഫിങ്ങോ അല്ലെങ്കിൽ സ്ലോപ്പ് പിച്ച് റൂഫിനൊന്നും താല്പര്യമില്ലായിരുന്നു. എല്ലാവരും കോണ്ടംപററി സൈഡിലേക്കായിരുന്നു എല്ലാവർക്കും കൂടുതൽ താല്പര്യം. പക്ഷേ ഈ കോണ്ടംപററി ബിൽഡിങ്ങുകൾ ചെയ്തവരെല്ലാവരും ഇപ്പോൾ അതിൻ്റെ ഒത്തിരി ഡ്രോബാക്കുകൾ അനുഭവിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് പലപ്പോഴും റിക്വയർമെൻറ്റ് വരുമ്പോഴത്തേക്കും ഈ റൂഫിംഗ് സ്ട്രക്ചേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് ആൾക്കാർ ഡിസൈൻ സൈഡ് ചോദിക്കുമ്പോഴത്തേക്കും എക്സിസ്റ്റിംഗ് സ്ട്രക്ചറിനെ റൂഫ് ചെയ്യേണ്ട ഒരു റിക്വയർമെൻറ്റിലേക്ക് പലരും ഇപ്പം അതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. സോ നമ്മുടെ ഒരു ബേസിക്കലി ഒരു പഴയ വെർണാക്കുലർ ആർക്കിടെക്ചറിലോട്ട് ഒത്തിരി മോഡേൺ എലമെൻറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ക്ലൈമറ്റിന് നല്ലത് ഈ പറയുന്ന സ്ലോപ്പിംഗ് റൂഫ്, മാക്സിമം നമ്മുടെ വാളുകൾ എക്സ്പോസ് ആവാതെ. അതുപോലെ ഈ മഴയും ഈ ഹ്യൂമിഡിറ്റി ഒക്കെ ഉള്ളപ്പോൾ ഒരു പ്രശ്നമാണ്, നമുക്ക് ഒത്തിരി ഹ്യൂമിഡിറ്റി ഫീൽ ചെയ്യും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ. അപ്പം വെന്റിലേഷൻ കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് ഈ പറയുന്ന കോർട്ട്യാർഡുകളൊക്കെ വെച്ച് വെന്റിലേഷൻ
മാക്സിമം നമുക്ക് ഉള്ളിലോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുക. അതുപോലെ സ്ലോപ്പിംഗ് റൂഫുകളാണ് എപ്പോഴും ബെറ്റർ നമ്മുടെ ക്ലൈമറ്റിന്. അതുപോലെ വാൾസ് മാക്സിമം എക്സ്പോസ്ഡ് ആകാതിരിക്കാൻ ശ്രദ്ധിക്കുന്നതാണ്. തോമസ് ആ കാര്യം പറഞ്ഞപ്പോഴേ നമ്മൾ ഈ വിദേശത്തൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എവിടെ പോയാലും ഏറ്റവും കൂടുതൽ വെറൈറ്റി ഓഫ് ഈ ഹൗസസ് കാണാൻ പറ്റുന്ന നമ്മുടെ കേരളത്തിലാണ്. വേറെ ഏത് രാജ്യത്ത് പോയാലും ഇത്രയും വെറൈറ്റി കാണാൻ പറ്റത്തില്ല. അപ്പോൾ പല സ്ഥലത്ത് പോയാലും അവരുടെ ഒരു ക്ലൈമറ്റ് അനുസരിച്ചുള്ള വീടുകളായിരിക്കും മിക്കയിടത്തും. പക്ഷെ നമ്മുടെ ഇവിടെയാണ് എല്ലാ ഒരു സ്റ്റൈൽ ഓഫ് ബിൽഡിങ്ങും ഉള്ളത്. അപ്പോൾ കേരളക്കാര് പലയിടത്തും ട്രാവൽ ചെയ്യുന്നതുകൊണ്ടും അവര് പല സ്റ്റൈൽ കയറി വരുന്ന ലോകം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്നതുകൊണ്ട് എല്ലായിടത്തെയും സ്റ്റൈലുകൾ കേരളത്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്തു. സാറിൻ്റെ അഭിപ്രായത്തിൽ അപ്പോൾ നമുക്ക് ഈ ഇപ്പം തോമസ് സാറ് പറഞ്ഞതുപോലെ ഒരു സ്ലാൻഡിങ് റൂഫ് തന്നെയാണോ എപ്പോഴും? ഞാൻ അങ്ങനെ പറയില്ല. ഞാൻ പറയുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെർണാക്കുലർ ഡിസൈൻ തോമസ് പറഞ്ഞ പോലെ കറക്റ്റാണ്. പിച്ച്ഡ് സ്ലോപ്പായിട്ടുള്ള റൂഫ്, വളരെ ലോവർ ഓവർഹാങ്, അപ്പോൾ അതായത് എറിച്ചിലടിച്ച് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടിയുള്ളത്. ഭിത്തികൾ നേരെ മഴയിലേക്കും വെയിലിലേക്കും എക്സ്പോസ് ആവാതിരിക്കാൻ വേണ്ടി ചുറ്റും വരാന്ത എന്നുള്ളതാണ് നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു വെർണാക്കുലർ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ഒരു വീട് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റിൻ്റെ അടിസ്ഥാനം. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു മോഡേൺ വേൾഡ്, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പം നമുക്ക് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ പഴയ ഫർണിച്ചേഴ്സ് മാറുന്നില്ലേ, അല്ലെങ്കിൽ നമ്മുടെ ബാത്റൂംസ് അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ. അപ്പം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജീവിത ശൈലി മുന്നോട്ട് പോകുന്നു പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും തോറും നമ്മുടെ വീടും അതൊപ്പിച്ച് മാറിയേ പറ്റൂ. അപ്പം എനിക്ക് ഇമ്മീഡിയറ്റായിട്ട് എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യനാണ് ഈ കോണ്ടംപററി വീടുകൾ, ബോക്സ് വീടുകൾ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് പറ്റിയ വീടാണോ, അല്ലെങ്കിൽ ഈ സ്ലോപ്പിംഗ് റൂഫ് മാത്രമേ കേരളത്തിൽ ചെയ്യാൻ പാടുള്ളൂ? അങ്ങനെ ഒരു ചോദ്യത്തിനെ ഫേസ് ചെയ്യുവാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഏതാണെങ്കിലും നേരത്തെ ശങ്കർ പറഞ്ഞ രണ്ട് കാര്യം, വെയിൽ മഴ, ഇത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് 6 മാസം ചൂടും 6 മാസം മഴയും ഉള്ള ഒരു കാലാവസ്ഥയാണ് നമുക്കുള്ളത്. അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളത് കാരണം പെട്ടെന്നൊരു കൂളിങ്ങും പെട്ടെന്നൊരു ഹീറ്റിങ്ങും സംഭവിക്കുന്നു. ഇതിനെ അതിജീവിക്കത്തക്ക രീതിയിലുള്ള ഒന്നെങ്കിൽ കൺസ്ട്രക്ഷൻ ടെക്നീക്സ് യൂസ് ചെയ്യുക, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസൈനിനകത്ത് അതിനുള്ള എഫേർട്ട് എടുക്കുക. ഇപ്പം ഒരു വരാന്തയുടെ കാര്യം ഞാൻ ജസ്റ്റ് പറഞ്ഞുകൊണ്ട് ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. അതായത് വോള് ഡയറക്റ്റ് മഴയിൽ നിന്നും വെയിലിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതൊരു വരാന്തയാണ്. പക്ഷേ ഒരു വരാന്ത നമ്മുടെ ബിൽഡപ്പ് ഏരിയ യൂസ് ചെയ്യും. അപ്പം ഒരു 4 ബെഡ്റൂമുള്ള 2 മക്കളുള്ള അല്ലെങ്കിൽ 2 മക്കളുള്ള 4 ഫാമിലി, അപ്പനോ അമ്മയോ ഉള്ള ഒരു കുടുംബത്തിന് അവർക്കൊരു 3 or 4 ബെഡ്റൂം വീട് വെക്കണമെങ്കിൽ അവരുടെ ബഡ്ജറ്റിന് അനുസരിച്ച് ഒരു 1500-2000 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അതിനകത്ത് ഈ വരാന്തയും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് ഒന്നുകിൽ ഈ ബെഡ്റൂമുകൾ വളരെ ചെറുതാക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പം അങ്ങനെ വരുമ്പം നമുക്കപ്പം നമ്മുടെ വോള് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അത് നമുക്കൊരു സൊല്യൂഷൻ അല്ല. അപ്പം വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അതിനനുസരിച്ച് ഒന്നെങ്കിൽ റൂഫിൻ്റെ ഓവർ ഹാങ് കൂട്ടി കൊടുക്കും. ഈവൻ ദോ ഫ്രണ്ടിൽ നിന്ന് നോക്കിയാൽ എല്ലാം ബോക്സ് ആണെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഹൈഡ് ചെയ്തുകൊണ്ടൊരു സ്ലോപ്പ് ഉണ്ടാവും. എന്താണെങ്കിലും ഒരിടത്തും വെള്ളം കുടുങ്ങിക്കിടക്കാതെയും എന്നാൽ കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു ഉണക്ക് വരുമ്പം ഉണങ്ങാനും പറ്റുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക. അതാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു സൊല്യൂഷൻ. സാർ, എനിക്ക് വാഷി സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഫ്രെഡി സാറ് പറഞ്ഞ ഒരു ഡിസൈൻ, ഇത് ഒരു ബിൽഡർ എന്നുള്ള രീതിയിൽ ഒരു നിലയിൽ എന്തുമാത്രം ഒരു ഡിഫിക്കൽട്ടീസ് നിങ്ങൾക്ക് ഉണ്ടാക്കാറുണ്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈൻ വരുന്ന സമയത്ത് അത് എക്സിക്യൂട്ട് ചെയ്യാൻ? ബിൽഡർ പെർസ്പെക്റ്റീവ് പറയുവാണെങ്കിൽ ബിൽഡ് വിത്ത് കൺസ്ട്രെയിൻസ് എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം 6 മാസം മഴ, 6 മാസം വെയിൽ. ചിലപ്പോൾ നമ്മൾ ഈ ഒരു വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 6 മാസം മഴയാന്ന് വിചാരിക്കുക, ബ്രിക്ക് മൊത്തം കുതിർന്ന് നിൽക്കും, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യും, അന്നേരം ഈർപ്പം കാണും. കസ്റ്റമറിനെ സംബന്ധിച്ച് 1 year കൊണ്ട് വീട് തീർക്കാൻ നമുക്ക് പ്രഷർ ഉണ്ടാവും. അപ്പം നെക്സ്റ്റ് മന്ത് ഈ ഈർപ്പത്തോടെ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പുട്ടിയിടും, പെയിന്റ് അടിക്കും. അത് അടുത്ത ഉണക്കാവുന്ന തന്നെ ഈ ഈർപ്പം പുറത്തു പോകുന്ന തന്നെ ഈ പറയുന്ന ഇതെല്ലാം ക്രാക്ക് ആവും. ഇതിപ്പം 2 ഡിസൈൻ ആണെങ്കിൽ പോലും, ഇപ്പം ട്രഡീഷണൽ ആണെങ്കിലും കണ്ടംപററി ആണെങ്കിലും ഈ സെയിം പ്രശ്നം ഉണ്ടാവും. അതേസമയം നമ്മൾ വേനൽക്കാലത്തെ പണിയെന്ന് വിചാരിച്ചു, ഇത് മഴക്കാലമാവുന്ന പോലെ ഇതെല്ലാം ടൈറ്റായി അന്നേരം ഈ പറയുന്ന ക്രാക്ക് പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്, തിരിച്ചും മറിച്ചും പ്രശ്നമാണ്. ഈ കസ്റ്റമേഴ്സ് ധൃതി വെക്കുന്നോണ്ടാണോ ഒരു പരിധി വരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ? അതോ ഞാൻ പറഞ്ഞത് കോൺട്രാക്ടേഴ്സ് ആരും അങ്ങനെ, ഞാനത് പറയുന്നത് വെച്ചാൽ 90% ആൾക്കാരും പണിയുന്ന വീട് താഴെ പോകരുതെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് പണിയുന്നത്. നമ്മളിത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണല്ലോ ബിസിനസ് ചെയ്യുന്നത്. അത് ഒരു വീട് പണിഞ്ഞിട്ട് ആ പൈസ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അതെ. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അവർ ആ വീട് വൃത്തിയായിട്ട് പണിയണം തന്നെ എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെങ്കിൽ പ്ലാസ്റ്ററിങ്ങിന് ശേഷം ഒരു 3-4 months ഗ്യാപ്പ് ഇടാതെ കുട്ടിയോ പ്രൈമറോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, മീൻസ് പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇളകി 100%.
അപ്പോൾ അതാണ് ഏറ്റവും വലിയ കൺസ്ട്രെയിൻ. ഈ ഡിസൈനിൻ്റെ ഈ പറഞ്ഞ രണ്ടുപേര് പറഞ്ഞതിനകത്തൊന്നും ഞാൻ യോജിക്കുന്നു. രണ്ടും വർക്കാവും, രണ്ട് രീതിയിലും വർക്കാവും. ഞാൻ പിന്നെ കുറച്ചുകൂടെ ട്രഡീഷണൽ സ്റ്റൈലുള്ള ആളാണ്. എന്നാലും ഞാൻ അതിനകത്ത് കുറച്ചുകൂടെ ഒരു കണ്ടംപററി എലമെന്റ്സ് മിക്സ് ചെയ്ത് ഒരു ഏതാണ് ട്രെൻഡ് ഒപ്പിച്ച് ഞാൻ പോകാറുണ്ട്. പക്ഷേ അതൊന്നും അല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ മഴക്കാലത്ത് പണിയുന്നത് ഭയങ്കര കോംപ്ലിക്കേറ്റഡാണ്. അന്നേരം കുറ്റം കോൺട്രാക്ടർക്ക് വരും, ആർക്കിടെക്റ്റിന് വരും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പുള്ളി കളയുകയെ? കാരണം ഇവർ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പണിയുന്നതിനെ കുഴപ്പമാണ്. പക്ഷെ അതൊന്നുമല്ല, ഈ ഈർപ്പത്തിന് ശേഷം ഒരു 4-5 മാസം ഗ്യാപ്പ് തരണം. ഗ്യാപ്പ് തരാതെ നമ്മളത് മുമ്പോട്ട്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇതൊരു വൺ ടൈം അഫെയർ ആണ്. സെക്കൻഡ് റീപെയിന്റിങ് ആകുമ്പോഴത്തേക്കും ശരിയാവും. ഞാൻ ആയുഷ് സാറിൻ്റെ എനിക്ക് ഇപ്പം ഏകദേശം 6 വർഷമായിട്ട് അറിയാം. സാറിൻ്റെ പല ക്ലയൻസിനെ എനിക്കറിയാം. ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, സാറിൻ്റെ ഒരു ക്ലയൻസിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ഇതേ രീതിയിലുള്ള ഒരു കംപ്ലയിൻറ്റ് ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. അപ്പം എന്നെ ബോധപൂർവമായിട്ടുള്ള ഒരു സ്റ്റെപ്പ് സാർ എടുക്കാറുണ്ടോ, അങ്ങനെ ഒരു പ്രോബ്ലം വരാതിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇത് മെയിനായിട്ടുള്ള കാര്യം, നമ്മളിത് സംസാരിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഈ ഒരു വൈബുമായിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് സംസാരിക്കുന്നത് കസ്റ്റമറെ സാർ സെലക്ട് ചെയ്യുകയാണ്. കസ്റ്റമറെ ചൂസ് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്ക് പ്രൊജക്ട് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കസ്റ്റമറും ഇപ്പം ആർക്കിടെക്റ്റും ബിൽഡറും എല്ലാം തമ്മിലൊരു കോർഡിനേഷൻ ഉണ്ടാവണം. അല്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തമ്മിൽ തെറ്റും. അപ്പം കസ്റ്റമർക്ക് നമ്മളെ ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഈ പറഞ്ഞ കാര്യം അവരോട് പറയാമെന്ന് വിചാരിച്ചു, ഇങ്ങനെ ക്രാക്ക് ഉണ്ടാകും ധൃതി വെച്ചാൽ. അപ്പോൾ അവർക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വന്നെന്ന് പറഞ്ഞാലും നമ്മുടെ കുറ്റമായിട്ട് അവർ പറയത്തില്ല. പിന്നെ ഇതെല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ്. പേയ്മെന്റ് കറക്റ്റായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാനും ഹാപ്പി, വീട് അതുപോലെ തന്നെ സമയത്ത് ഞാൻ പറയണം അവരുടെ അടുത്ത് 11 months കൊണ്ട് ഞാൻ വീട് തീർത്ത് തരാമെന്ന് പറയാം. 11 months ഒരു ദിവസം മുമ്പ് തീർത്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വീട് പണിയുടെ കാശിന്റെ കൂടെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റും തരും. ഞാനത് പറയുന്നത് കൂട്ടി പറയാല്ല, ശരിക്കും പറയുന്നത്. പക്ഷെ സമയത്തിന് തീർത്ത് കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആയിരിക്കും. അതേസമയം നമ്മുടെ ഭാഗത്ത് ഒരു 2 months 3 months അല്ലെങ്കിൽ 6 months 1 year ലാഗ് വന്നു കഴിഞ്ഞാൽ തീർന്നു. നമ്മുടെ സമയമാണ് ഇതിനകത്ത് മെയിൻ. അത് ബിൽഡറിനും ഫീസിബിൾ അല്ലാതാകുകയും ചെയ്യും. അത്രയും മുന്നോട്ട് പോയി. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ സമയത്തിന് തീർക്കാൻ ഞാൻ ഉറപ്പായിട്ടും ഈ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും പണി കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ പ്രോബ്ലം ആണ്. ഇപ്പൊ ഈ ക്വസ്റ്റ്യന്റെ പ്രസക്തി അവിടെ മനസ്സിലായി. ഞാൻ തോമസ് സാറിനോട് ചോദിക്കുന്നത്, സാർ ഇങ്ങനെ ഇപ്പം സാറ് പറഞ്ഞല്ലോ എല്ലാ പ്രൊജക്ട്സും എടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നടക്കും. ഇപ്പോൾ കസ്റ്റമേഴ്സ് ചൂസ് ചെയ്യണമല്ലോ, അതേപോലെ കസ്റ്റമറിനായിട്ട് സാറും അങ്ങനെ ആയിരിക്കുമല്ലോ. കസ്റ്റമേഴ്സിനെ ചൂസ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇവര് വൈവാണോ അത് മാത്രമായിരിക്കത്തില്ലല്ലോ നോക്കുന്നത്. നമ്മൾ എന്തൊക്കെയായിരിക്കും പറയുന്നത് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത്, നമ്മുടെ എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റുമായിട്ട് എന്തൊക്കെയായിരിക്കും അവർക്ക്? സോ എൻ്റെ ഒരു പ്രൊഫഷൻ്റെ സൈഡിൽ ബേസിക് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കോർ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആണ്. സോ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ എനിക്ക് പലപ്പോഴും ഡയറക്റ്റ്ലി ഡീൽ ചെയ്യേണ്ടി വരുന്നത് ക്ലയൻസിനെ അല്ല, ഞാൻ കൂടുതലും ആർക്കിടെക്ട്സുമായിട്ടാണ് കോർഡിനേറ്റ് ചെയ്യുക. കാര്യം ബേസിക്കലി ആർക്കിടെക്റ്റ് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ സ്കെൽട്ടൻ ഡിസൈൻ ചെയ്യുന്നത് ഞങ്ങൾ സ്ട്രക്ചറൽ എഞ്ചിനീയേഴ്സ് ആണ്. സോ ഞങ്ങളുടെ പ്രൈമറി ക്ലയൻറ്റ് എപ്പോഴും ആർക്കിടെക്റ്റ് ആണ്. പക്ഷേ എന്ന് വെച്ച് നമ്മൾ ഒരു ക്ലയൻറ്റുമായിട്ട് ഒരിക്കലും ഒരു കോൺടാക്റ്റിൽ വരുന്നില്ല, കോർഡിനേഷനിൽ വരുന്നില്ല എന്നല്ല, ഒരിക്കലും അല്ല. കാര്യം ഇനിഷ്യൽ ഫേസിൽ തന്നെ ക്ലയൻറ്റിന് എപ്പോഴും ഉണ്ടാകുന്ന കൺസേൺസ് ആണ്. സ്റ്റാർട്ടിങ് തൊട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ പ്രോപ്പർ ആണോ, ബാക്കി മോളിലോട്ടുള്ള ബിൽഡ് സ്ട്രക്ചർ പ്രോപ്പർ ആണോ, അതുപോലെ ആർക്കിടെക്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഓരോ മെറ്റീരിയലുകളും അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി എന്തുമാത്രം നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും വരാറുണ്ട്. അപ്പോൾ ദെൻ നമ്മൾ മാക്സിമം നോക്കുന്നത് റീസണബിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, റീസണബിൾ ആയിട്ടുള്ള അപ്രോച്ച് എല്ലാം നമ്മൾ എൻ്റർടൈൻ ചെയ്യും. പക്ഷേ അൺറീസണബിൾ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ്, കോംപ്രമൈസുകൾ ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു പൈൽ ഫൗണ്ടേഷൻ ഇല്ലാതെ ഒരിക്കലും മുമ്പോട്ട് ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു പെർട്ടിക്കുലർ സൈറ്റ്, അവിടെ എന്തെങ്കിലും പ്രത്യേക ഇൻട്രസ്റ്റുകൾ കൊണ്ട് മേ ബി ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ആവാം, അതുകൊണ്ട് ആ ഒരു സൈറ്റിൽ ഒട്ടും യോജിക്കാത്തൊരു ഫൗണ്ടേഷനിലേക്ക് നമ്മളോട് പോകണമെന്ന് പുഷ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബേസിക്കലി ആ റിസ്ക് എടുക്കാറില്ല. കാര്യം അത് റിസ്ക് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ക്ലയൻറ്റിന് അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായും നമ്മളും ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് അങ്ങനത്തെ പ്രാക്ടീസസ് എൻ്റർടൈൻ ചെയ്യാം. ഏറ്റവും കൂടുതൽ നമ്മുടെ കൺസ്ട്രക്ഷൻ ഫീൽഡിലുള്ള പ്രോബ്ലം ആണല്ലോ. അതെ, അതായത് ഈ 5 വർഷം കോളേജിൽ പോയി പഠിച്ച് അത് കഴിഞ്ഞിട്ട് PG എടുത്തവരുടെ ഒന്നും വാക്കല്ല, അപ്പുറത്ത് നിന്ന് അമ്മാവൻ അല്ലെങ്കിൽ മാമന്റെ മോൻ എന്ത് പറയുന്നു അതിലായിരിക്കും അവർക്ക് കാര്യം. ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ടാകാറുണ്ട്. ഇഷ്ടം പോലെ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള കാര്യം അത് ഈ നമ്മളെ കണ്ടിരിക്കുന്ന പ്രേക്ഷകരും ഇവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒരു വീട് പണിയുമ്പോഴത്തേക്ക് 100 കണക്കിന് കാര്യങ്ങളായിരിക്കും. നല്ല മാറ്റമുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ. ഇപ്പൊ ആൾക്കാർ കുറച്ചുകൂടെ ബോധവാന്മാരാണ്, ഇൻഫോംഡ് ആണ് ആൾക്കാർ. അതായത് നമ്മളിപ്പോ തന്നെ പറയുകയാണെങ്കിൽ ഒരു
10 വർഷം മുമ്പ് തന്നെ ആർക്കിടെക്ട്സ് എന്ന് പറയുന്നത് ഒരു സർട്ടൻ കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ അങ്ങനെയൊക്കെ ഒരു നമ്മുടെ കേരളത്തിലായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആർക്കിടെക്ചറൽ എന്നുള്ള ഒരു രീതിയിലേക്ക് ഇല്ലായിരുന്നു. പക്ഷെ കഴിഞ്ഞൊരു 10 വർഷമായിട്ട് കണ്ടമാനം ആർക്കിടെക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള വർക്ക്സ് സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ കഴിഞ്ഞൊരു 100%? അതായത് ഇപ്പം എനിക്ക് തോന്നുന്നത് ഒരു 90% റെസിഡൻസിലും ഒരു ആർക്കിടെക്ട് ഇൻവോൾവ് ആവുന്ന ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അത് മെയിനായിട്ട് ആ ഒരു ജോബ് അല്ലെങ്കിൽ അവരുടെ ഒരു റോളിൻ്റെ പ്രയോജനം എന്താണെന്നുള്ളത് ഒരു പരിധി വരെ അവയർനെസ് കിട്ടിയതുകൊണ്ടാവാം. രണ്ടാമത് ആർക്കിടെക്ട്സ് എപ്പോഴും ചെയ്യുന്ന പ്രൊജക്ട്സിന് അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അതായത് ചില കസ്റ്റമേഴ്സിന് സാറേ ഒരു ഡൗട്ട് ചോദിക്കും, ആർക്കിടെക്റ്റിനും കൂടെ ഞങ്ങൾ പൈസ കൊടുത്ത് എന്തിനാണ് കളയുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ, എന്തായാലും ഒരു വീട് പണിയാണല്ലോ, അപ്പോൾ കോൺട്രാക്ടറോ ഇതെന്നാ പണിയിച്ചാൽ മതി, ആർക്കിടെക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ. അങ്ങനെ ഒരു ചിന്താഗതി കസ്റ്റമേഴ്സിനുള്ള ആൾക്കാരും ഉണ്ട്. അവരോട് എന്താ സാറിന് പറയാനുള്ളത്? അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾക്ക് നല്ലതൊരു ആർക്കിടെക്റ്റിനെ എടുക്കാതിരിക്കുക തന്നെയാണ്. അങ്ങനെ ഒരാളൊരു ആർക്കിടെക്റ്റിനെ കൊണ്ട് ചെയ്യിച്ചാൽ അത് ശരിയാവില്ല. എന്നുവെച്ചാൽ ഇപ്പം ഞങ്ങളെപ്പറ്റി പറയുവാണെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു വിഷൻ ഉണ്ടാവും. ആ വിഷൻ മനസ്സിലാക്കുകയും, അല്ലേ, ഐ തിങ്ക് യു ടു ഡീൽ വിത്ത് ദ സെയിം തിങ്. ആ വിഷൻ മനസ്സിലാക്കുകയും അതിനോട് നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ഡിസൈനിൻ്റെ നല്ലൊരു ഔട്ട്പുട്ട് വെളിയിൽ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. തീർച്ചയായും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വഴിയെ പോകുന്നവരും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തവരും പറയുന്ന അഭിപ്രായം കേട്ട് നമ്മളെ ക്വസ്റ്റ്യൻ ചെയ്യുകയും, അല്ലെങ്കിൽ ഇത് വരുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ആവശ്യം എന്തെന്ന് മനസ്സിലാകാത്ത ഒരാൾ ഒരിക്കലും ഒരു പോയിന്റ് ഓഫ് വ്യൂ പോയിട്ടില്ല. പിന്നെ ടു യുവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് ഐ കമ്മിങ് ബാക്ക്, അതായത് കുറച്ച് നാൾ മുമ്പ് വരെ ആർക്കിടെക്ട്സ് ഒട്ടും റെസിഡൻഷ്യൽ ലെവലിൽ വളരെ കുറവായിരുന്നു. പക്ഷേ വലിയ പ്രൊജക്റ്റുകളിലൊക്കെയാണ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. അതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് അഫോർഡബിലിറ്റി ഒരു ഭയങ്കര വലിയൊരു ഫാക്ടറായിരുന്നു. ഒരു സർട്ടൈൻ ഇൻകം സ്കെയിലിന് മുകളിലോട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരു ആർക്കിടെക്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളൊരു സ്റ്റേജ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതേ സ്ഥാനത്ത് ഇപ്പം കുറച്ചുകൂടെ ആർക്കിടെക്ട്സിന് നമ്പർ കൂടുതലാണ്. അന്ന് വളരെ കുറേ സ്പീഷീസ് ആയിരുന്നു. അപ്പം അതേ സ്ഥാനത്ത് അത്ര എഡ്യൂക്കേഷൻ കിട്ടിയവർ മാത്രമേ ഉള്ളൂ അതിലേക്ക് പോകുന്നത്. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോകം കാലം മാറി, ആൾക്കാരെല്ലാം കുറച്ചുകൂടെ അവെയറായി. ആൾക്കാരുടെ കയ്യിൽ ഈ പറഞ്ഞ പോലെ തന്നെ സ്പെൻഡ് ചെയ്യാനുള്ള ആ എക്സ്ട്രാ മണി ഉണ്ട്. ശരിക്കും ആർക്കിടെക്ട്സിന് സ്പെൻഡ് ചെയ്യുന്ന പൈസ ഒരു എക്സ്ട്രാ മണിയാണ്. ഞാനെപ്പോഴും എൻ്റെ ക്ലയൻറ്റിനോട് പറയുന്നതാണ്, ഞങ്ങൾ സ്ക്വയർ ഫീറ്റിന് ചാർജ് ചെയ്യുന്ന ഒരു എമൗണ്ട് എത്രയാണോ അതിൻ്റെ ടോട്ടൽ വാല്യൂ, ആ വാല്യൂ നിങ്ങളുടെ റിക്വയർമെൻറ്റും ആവശ്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾക്ക് വരുന്ന ടോട്ടൽ ബിൽഡിംഗ് കോസ്റ്റിൽ നിന്നും ഈ എമൗണ്ട് കുറച്ച് ഞങ്ങൾക്ക് തരാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ഫീസ് അവിടെ നൾ ആൻഡ് വോയിഡ് ആയി. അപ്പം അങ്ങനെ ആർക്കിടെക്ട്സിനെ യൂസ് ചെയ്യുന്ന ക്ലയൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും മാക്സിമം സ്പേസ് എഫിഷ്യൻസിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും ഇതിലേക്ക് വരുന്നത്. എന്നാൽ പണ്ടും സാധാരണക്കാർക്ക് വേണ്ടി ജീവിതം ഒഴിച്ചു വെച്ച ആർക്കിടെക്ട്സ് ഉണ്ട്, നമ്മുടെ നേരത്തെ പറഞ്ഞ ലോറി ബേക്കറിനെ പോലൊക്കെ. അപ്പം അങ്ങനെയുള്ളവരും ഉണ്ട്. ഇന്നത്തെ കാലത്ത് എത്രത്തോളം ആൾക്കാർ ആ സർവീസ് സൈഡിലേക്ക് വിശാല മനസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അതാണ് ഇപ്പം ആർക്കിടെക്ട്സിൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടുതലായിട്ട് കാണുന്നത്. ഒന്ന്, മനുഷ്യർക്ക് കൂടുതൽ അവയർനെസ് കിട്ടിയിട്ടുണ്ട്. രണ്ട്, ആ ഒരു എക്സ്ട്രാ മണി സ്പെൻഡ് ചെയ്യാൻ ആൾക്കാർ വില്ലിങ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യം ആൾക്കാർക്ക് നന്നായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, എന്തുകൊണ്ടൊരു ആർക്കിടെക്ട് വേണം എന്നുള്ളത് കുറച്ചുകൂടെ ആൾക്കാർക്ക് ഇപ്പം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതെ, നമ്മൾ ഈ റീൽസിനകത്താണെങ്കിൽ നമ്മൾ എല്ലാ ടൈപ്പ് വീഡിയോസും കാണുക, പുറത്തെ ആർക്കിടെക്ചർ എല്ലാം കണ്ടെത്തി. അപ്പോൾ ആ ഒരു ഫിറ്റ്നസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു നോർമൽ മേസരിയോ കോൺട്രാക്ടറോ ഒന്നും വിചാരിച്ചത് കിട്ടത്തില്ല. അതിനൊരു ആർക്കിടെക്ട് സപ്പോർട്ട് തന്നെ. റീൽസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പം പുതിയ ആപ്ലിക്കേഷൻസ് ഇറങ്ങിയിട്ടുണ്ട്, AI ബേസ്ഡ് ആയിട്ടുള്ളത്. നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങും ഇൻറ്റീരിയറും മൊത്തം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തയച്ചാൽ മതി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ സാറിന് ചോദിക്കാനായിരുന്നു. അപ്പോൾ AI ആർക്കിടെക്ട്സിനെ റീപ്ലേസ് ചെയ്യുമോ? റീപ്ലേസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ പറയുവാണെങ്കിൽ ഒത്തിരി ആർക്കിടെക്ട്സും ഇപ്പോഴും AI ഉപയോഗിക്കാതിരിക്കുന്നുണ്ട്. ഞാൻ പറയുവാണെങ്കിൽ എല്ലാ ആർക്കിടെക്ട്സും AI യൂസ് ചെയ്യും. അത് വെച്ച് നമ്മളെ എത്രത്തോളം മുന്നോട്ട് കൊണ്ടുപോകുമോ, നമ്മുടെ വർക്കിൻ്റെ സ്പീഡ് കൂട്ടാവോ, അതിന് AI നമ്മൾ യൂസ് ചെയ്യാം. പക്ഷെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന ഫാക്ടറുണ്ട്, ഇമോഷൻ എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. ഇതൊന്നും ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സാധനങ്ങളല്ല. അതിനെപ്പോഴും ഒരു ആർക്കിടെക്റ്റിന് അതിനകത്ത് എന്തായാലും 100% യുണീക്നെസ് എന്നൊരു സംഭവം ഉണ്ടല്ലോ. ഒരു AI എപ്പോഴും അതിൻ്റെ റിസൾട്ട് തരുന്നത് റെഫറൻസിലൂടെ, ഓൾ ഓർ ഗൂഗിളിലും ഇൻ്റർനെറ്റിലും എല്ലാം പലയിടത്ത് വ്യാപിച്ച് കിടക്കുന്ന റെഫറൻസിൽ നിന്നും, അല്ലെങ്കിൽ അതിനെ ഫീഡ് ചെയ്തിരിക്കുന്നതായിരിക്കും. ഇതൊന്നും അല്ലാതെ ഒരു പുതിയ സാധനം ഉണ്ടാക്കാൻ ഒരിക്കലും ഒരു AIക്ക് സാധിക്കില്ല.
സാറേ യുണീക്നെസ്സിൻ്റെ കാര്യം സാറിൻ്റെ മിക്ക പ്രൊജക്ട്സ് ഒരു യുണീക്ക് സ്റ്റൈൽ ഓഫ് ബിൽഡിംഗ് ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഈ യുണീക്നെസ് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്ലൈമറ്റ് എന്നൊരു സംഭവം അതും മനസ്സിൽ വെച്ചിട്ട് തന്നെയാണോ ഈ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു യുണീക്ക് ആയിരിക്കണം, എന്നാൽ അതിനേക്കാൾ ഉപരി ഈ പ്രോജക്റ്റ് സസ്റ്റെയിൻ ചെയ്യണം. നമ്മൾ എത്ര യുണീക്കായിട്ടൊരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് നാളെ അത് മുഴുവൻ പായൽ പിടിച്ച് അല്ലെങ്കിൽ കറ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കണ്ടു വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് കാശ് മുടക്കിയ ക്ലൈൻറ്റിനേക്കാൾ കൂടുതൽ വിഷമമുള്ള ഒരു ആർക്കിടെക്റ്റിലാണ്. അപ്പം എപ്പോഴും നമ്മൾ യുണീക്കായിട്ടുള്ളത് ട്രൈ ചെയ്യുമ്പോഴും നമ്മൾ അതിൻ്റെ ഇത് നോക്കും. പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റും കൂടെ നോക്കും. എന്ത് കോട്ടിങ് എവിടെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ കെമിക്കൽസിന് നല്ല റോളുണ്ട്. പല കാര്യങ്ങളും ഒരു പരിധി വരെ നമുക്കൊരു കെമിക്കൽ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് കൂടുതൽ റിസർച്ച് ചെയ്യുക, പഠിക്കുക, അതിന് എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരിക, യൂസ് ചെയ്യുക, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. തോമസ് സാറേ, എനിക്ക് ഈ നമ്മൾ ഇപ്പം ബിൽഡിങ്സ് വെക്കുന്ന സമയത്ത് ഇപ്പം കണ്ടമാന ഗവൺമെൻറ് റൂൾസിലൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ഗവൺമെൻറ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രകാരം കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സാറിൻ്റെ ഒരു ഫീൽഡ് ഇത് വെച്ചിട്ട് പറയാൻ പറ്റും? യെസ്, ഇതിനുള്ളിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്ലോട്ട് മേടിക്കുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലോട്ടിൻ്റെ ബാക്ക്ഗ്രൗണ്ടുകൾ നോക്കി മേടിക്കുക എന്നുള്ളൊരു പ്രോസസ്സിലാണ് ഇത് ബേസ് കംപ്ലീറ്റ്ലി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാര്യം എല്ലാ സൈറ്റുകളിലും എല്ലാ തരം കൺസ്ട്രക്ഷനും പെർമിറ്റഡ് അല്ല. സോ റെസിഡൻഷ്യൽ കൺസ്ട്രക്ഷൻ മാത്രം പോസിബിൾ ആകുന്ന ഏരിയാസ് ഉണ്ട്. അതുപോലെ ലോ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ലോ റിസ്ക് കൺസ്ട്രക്ഷനുകൾ ചെയ്യാൻ മാത്രം പറ്റുന്ന കേസസ് ഉണ്ട്. പ്രത്യേകിച്ച് നമ്മൾ എറണാകുളത്തെ വൈപ്പിൻ സൈഡിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കോസ്റ്റൽ റെഗുലേഷന് വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഉണ്ട്. അവിടെ എല്ലാ തരം കൺസ്ട്രക്ഷനും പറ്റില്ല. ലോ ഫുട് പ്രിൻറ്റ്, ഈ ലോ ഇമ്പാക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് മാത്രമേ അങ്ങനത്തെ ഏരിയകളിൽ ചെയ്യാൻ. അത് എല്ലാ സ്ഥലത്തും ഇതുപോലത്തെ കാണും. തീർച്ചയായും നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഒരു പ്ലോട്ട് മേടിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പ്ലോട്ട് മേടിച്ചതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മളെപ്പോഴും നമ്മുടെ പ്ലോട്ടിൻ്റെ അതിരുകൾ പ്രത്യേകിച്ച് അത് ക്ലിയർ ആയിരിക്കണം. പ്രത്യേകിച്ച് പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഇൻസ്പെക്ഷന് വരുമ്പോഴത്തേക്കും പലപ്പോഴും ഇപ്പം KSmart എന്ന് പറഞ്ഞൊരു ടൂളിലേക്ക് മാറി. സോ KSmartലേക്ക് മാറിയപ്പോഴത്തേക്കും ഉള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈ മാനുവൽ പേപ്പർ വർക്കുകൾ മാക്സിമം ഒഴിവായി. കാര്യങ്ങൾ ഇത്രയും കൂടെ സുതാര്യമായി, ഇത്രയും കൂടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ഗവൺമെൻറ് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മുടെ എൻഡിൽ നിന്ന് നമ്മുടെ സൈറ്റ് ക്ലിയർ ആയിരിക്കണം. നമ്മുടെ സൈറ്റിൽ ബാക്കി പുറത്തുള്ള ലാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്ത് അവിടെ കൊണ്ടൊരു നമ്മുടെ ബൗണ്ടറി മാർക്ക് ചെയ്ത് വെച്ച് അങ്ങനത്തെ ഒരു കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി തടസ്സങ്ങൾ ഉണ്ടാവും, ഈ പറഞ്ഞ ടൈം ഡിലേസ് ഉണ്ടാവും. സോ അങ്ങനത്തെ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സാർ, നമ്മളൊരു വർക്ക് നമുക്ക് വരുന്ന സമയത്ത് ഒരു കസ്റ്റമറിൻ്റെ ഭൂമിയെക്കുറിച്ച് നമ്മൾ ചോദിക്കാറുണ്ടോ? ഇല്ല, നമ്മൾ ചോദിക്കാറുണ്ട്. ഉണ്ട്, തീർച്ചയായും നമ്മൾ ചോദിക്കാറുണ്ട്. കാര്യം നേച്ചർ ഓഫ് ദ ലാൻഡ്, കാര്യം ഒരു ബിൽഡിങ് ഡിസൈൻ ചെയ്ത് അതിൻ്റെ പെർമിറ്റിൻ്റെ പ്രോസസ്സിലേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അറിയേണ്ട മേജർ കാര്യങ്ങളാണ് നമ്മുടെ ലാൻഡിൻ്റെ നേച്ചർ എന്താണ്. അപ്പോൾ ആ ലാൻഡിൻ്റെ അടുത്തൂടെ ഹൈ ടെൻഷൻ വയറുകളോ എന്തെങ്കിലും പോകുന്നുണ്ടോ, അത് ഏതെങ്കിലും ഒരു എയർ സ്പേസിൻ്റെ, ഒരു എയർപോർട്ടിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ പവർ പ്ലാന്റിൻ്റെയും പ്രോക്സിമിറ്റിയിൽ വരുന്നതാണോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തീർച്ചയായും നമ്മൾ ചോദിച്ചറിഞ്ഞിട്ടാണ്. കാര്യം ഹൈറ്റ് റെസ്ട്രിക്ഷനുകൾ ഉണ്ടാവാം, സെറ്റ് ബാക്കുകളുടെ അകത്ത് വീണ്ടും വേരിയേഷനുകൾ ഉണ്ടാകാം. നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിൻ്റെ കാറ്റഗറി അനുസരിച്ച് നമ്മൾ വിടേണ്ട തുറസായ സ്പേസുകൾ, നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റിൽ നിന്ന്, നമ്മുടെ പ്ലോട്ടിൽ നിന്ന് ബിൽഡിങ്ങിൻ്റെ ഫുട് പ്രിൻ്റ് മാറി നിൽക്കേണ്ട മിനിമം സ്പേസുകളെല്ലാം കാറ്റഗറി ഓഫ് ബിൽഡിംഗ് അനുസരിച്ച് വേരി ചെയ്യും. സോ ആ റിക്വയർമെൻ്റ് എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് എപ്പോഴും ഡിസൈനിലേക്ക് പോകുക. അതായത് ഒരു വസ്തു വാങ്ങിക്കുന്നതിന് മുമ്പ് അവിടെ എന്ത് ബിൽഡിംഗ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് നേരത്തെ ഒരു ഐഡിയ വേണം കസ്റ്റമറിന്. അതായത് ജസ്റ്റ് പുരയിടമാണോ വസ്തു എന്ന് മാത്രം പണ്ടത്തെ പോലെ നോക്കിയാൽ പോരാ, എല്ലാം നോക്കിയും കണ്ടും ആണ്. പ്രത്യേകിച്ച് ലാൻഡ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, എന്തിൻ്റെ അടുത്താണ് ലാൻഡ് ഉള്ളത്, അവിടെ ഇന്ന കൺസ്ട്രക്ഷന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടോ, ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായും അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഒരു ബൈയിങ് എന്നുള്ള ഒരു ആസ്പെക്റ്റിലേക്ക് പോകാവുള്ളൂ. ഓക്കെ, അത് എനിക്കും അതൊരു പുതിയൊരു അറിവായിരുന്നു ആ പറഞ്ഞ കാര്യം. ശ്രുതി സാറിൻ്റെ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട്? പ്ലോട്ട് പർച്ചേസ് ചെയ്യുന്നതിനായിട്ട് അല്ല, റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒബ്വിയസ്ലി നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവെയർ ആയിരിക്കേണ്ട മെയിൻ ഒരു കാര്യം അതിൻ്റെ സെറ്റ് ബാക്കാണ്. എത്രത്തോളം സെറ്റ് ബാക്ക് വിട്ടാണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിനേക്കാൾ ഉപരി മിക്ക സ്ഥലത്തും എനിക്കറിയാവുന്നതുപോലെ പ്ലാൻ വരച്ച് രണ്ടാമത് മാറ്റി വരയ്ക്കേണ്ട സാഹചര്യങ്ങൾ വന്നിട്ടുള്ളത് മിക്കവാറും നമ്മുടെ വസ്തുവിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന റോഡ് വൈഡനിങ്
ആക്റ്റീവ് നോട്ടീസ് വന്നിട്ടുണ്ടതാണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഈ ഒരു പലയിടത്തും സമയത്ത് പലയിടത്തും ഉള്ളിലെ ചെറിയ റോഡുകൾ വരെ വൈഡനിങ് പ്രപ്പോസലുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ അതിൽ നിന്ന് വിടേണ്ട സെറ്റ് ബാക്ക് എത്രയാണ് എന്നൊക്കെ വിട്ട് ആ ബാക്കി സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പരിപാടി നടക്കുകയോ ഇല്ലയോ എന്നൊക്കെയുള്ള കണ്ടിട്ടേ മുന്നോട്ട് പോകാവൂ. റൂൾസ് ആൻഡ് റെഗുലേഷൻസിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളത്. സാറേ എന്തെങ്കിലും ഏറ്റവും കൂടുതൽ ഈ ഏകദേശം ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. നമ്മൾ അതുപോലെ ഈ ക്ലൈമറ്റിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ പല രീതിയിലുള്ള ഇതാണ്. ഇപ്പോൾ ചതുപ്പുണ്ട്, ഹാർഡ് ലാൻഡ് ഉണ്ട്, ട്രെയിൻ. അപ്പം ഈ ഓരോ സ്ഥലവും വെച്ചിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ്, ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്? തീർച്ചയായും നല്ല ക്വസ്റ്റ്യൻ ആണ്. കാര്യം നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ജോഗ്രഫിക്ക് വളരെ ഒരു റെലവൻസ് ഉണ്ട്. കാര്യം നമുക്ക് ഇടുക്കിയും വയനാടും ഒക്കെ പോലെ ഗാട്ട് ഏരിയാസ് ഉണ്ട്, ഗാട്ട് സെക്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കോട്ടയം അല്ലെങ്കിൽ നമ്മുടെ പത്തനംതിട്ടയൊക്കെ പോലെ മിഡ്ലാൻഡുകളുണ്ട്, ആലപ്പുഴയും എറണാകുളം പോലെ കോസ്റ്റൽ ബെൽറ്റുകളുണ്ട്. സോ ഈ ഓരോ റീജിയനുകളിലും നമ്മൾ ഒരു ബിൽഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഫൗണ്ടേഷൻസ് ഡിഫറെൻ്റ് ആണ്. പ്രത്യേകിച്ച് ഗാർഡ് സെക്ഷൻസിൽ വരുമ്പോഴത്തേക്കും നമുക്കറിയാം സ്ലോപ്പി ആയിട്ടുള്ള ടെറൈനിയസ് എന്ന് നമ്മൾ പറയും, ടെറൈൻസ് ആണുള്ളത്. സോ ആ ടെറൈനിൽ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴത്തേക്കും ആർക്കിടെക്ട്സ് കൂടുതലും അതിൻ്റെ നാച്ചുറൽ ടെറൈൻ ഡിസ്റ്റർബ് ചെയ്യാതെ മാക്സിമം ലെവൽസ് ആയിട്ടായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പം ഒരേ ലെവലിലായിരിക്കില്ല ഫൗണ്ടേഷൻസ് വരുന്നത്, പല ലെവലുകളിൽ ഫൗണ്ടേഷൻസ് ഉണ്ടാവാം. അവിടെ റീറ്റെയിനിങ് വാളുകൾ പോലത്തെ സ്ട്രക്ചേഴ്സ് കൂടുതൽ വേണ്ടി വന്നേക്കാം, കട്ടിങ്ങും ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള സിറ്റുവേഷനിൽ. സോ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫൗണ്ടേഷൻസ് ഡിഫറെൻ്റ് ആണ്. അവിടെ എപ്പോഴും ഈ സോയിലിന് വലിയൊരു ഹാർഡ് സ്ട്രൈറ്റം കിട്ടണം നിർബന്ധമില്ല. കോളം ഫുട്ടിങ്ങുകൾ യൂസ് ചെയ്യാം. ചെറിയൊരു ഡെപ്തിൽ നമുക്ക് അത്യാവശ്യം ഒരു ഹാർഡ് സ്ട്രൈറ്റം കിട്ടിയേക്കാം. ഈ മിഡ്ലാൻഡുകളിലേക്ക്, നമ്മുടെ കോട്ടയം പത്തനംതിട്ട പോലുള്ള മിഡ്ലാൻഡുകളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതലും കാണുന്നത് ലാറ്ററിറ്റിക് ആയിട്ടുള്ള അത്യാവശ്യം നല്ല ബെയറിംഗ് കപ്പാസിറ്റി, അതായത് ഒരു ബിൽഡിങ്ങിൻ്റെ ലോഡ് നന്നായി എടുക്കാൻ കപ്പാസിറ്റി ഉള്ള സോയിലാണ് നമുക്ക് ഈ മിഡ്ലാൻഡുകളിൽ കിട്ടാറുള്ളത്. സോ അവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ നോർമലി കാണുന്ന ഈ റബിൾ, നമ്മൾ കല്ല് കെട്ടിയൊക്കെ ചെയ്യുന്ന റബിൾ മേസൺറിയും കൺവെൻഷനലി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളും അതുപോലെ കോളം ഫൗണ്ടേഷൻസ് എല്ലാം യൂസ് ചെയ്യാം. നേരെ മറിച്ച് കോസ്റ്റൽ ഏരിയാസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ ഫൗണ്ടേഷൻ കൂടുതലും വീക്കാണ്, നേരത്തെ പറഞ്ഞല്ലോ ചതുപ്പ് നിലങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ബിൽഡിങ്ങിൻ്റെ നേച്ചർ അനുസരിച്ച് റാഫ്റ്റോ പൈലോ പോലെയുള്ള ഫൗണ്ടേഷൻസിലേക്ക് മാറണം. സോ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ള ഒരു പ്രത്യേക കാര്യമാണ്, എപ്പോഴും ഒരു സൈറ്റിൻ്റെ ജോഗ്രഫി അനുസരിച്ച്, അവിടുത്തെ സോയിൽ കണ്ടീഷൻസ് അനുസരിച്ച്, ആ ഡിസൈൻ ചെയ്ത ബിൽഡിങ്ങിൽ വരുന്ന ലോഡുകൾ അനുസരിച്ച് മാത്രം കെയർഫുൾ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ട ഒന്നാണ് ഫൗണ്ടേഷൻസ്. അതിന് സോയിൽ ടെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു കോസ്റ്റ് മുടക്ക് ഒരു അധിക ബാധ്യതയായിട്ട് കാണാതെ, ആക്ച്വലി സോയിൽ ടെസ്റ്റ് ചെയ്യുന്ന എപ്പോഴും നല്ലതാണ്. നമുക്കൊരു സോയിൽ കാര്യം ഒരു സൈറ്റിലെ സോയിൽ ആയിരിക്കില്ല തൊട്ടപ്പുറത്തെ സൈറ്റിൽ. സോ അതിൻ്റെ അകത്തൊരു ഒരു വ്യത്യാസം ഉണ്ടാവും. അതിൽ തന്നെ കാരണം ഒരു ഏരിയ വൈസ് ആയിരിക്കും ചിലത്. അതെ അയാൾ അവിടെ ചെയ്തു, അതിന് പ്രശ്നമൊന്നുമില്ലല്ലോ, അതും ആയിരിക്കത്തില്ല ചിലപ്പോൾ നമ്മൾ. എക്സാക്ട്ലി. ഇപ്പുറത്തെ വീടും അഡ്ജസ്റ്റന്റ് പ്ലോട്ടും തമ്മിൽ സോയിൽ വരാം. അപ്പോൾ സോയിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ ചെയ്തിരിക്കണം. തീർച്ചയായും. മുമ്പേ പറഞ്ഞ പോലെ ലാൻഡ് വാങ്ങിക്കാൻ നേരത്തെ അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ നോക്കണം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ഒരു 100 വർഷം മുമ്പ് ഇത് ലാൻഡ് എങ്ങനെ കിടന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരു 50 വർഷം മുമ്പ് അങ്ങനെ കിടന്നു പറയാൻ പറ്റില്ല. ഫില്ലിംഗ് ഉണ്ടോ? അപ്പോൾ ആ ഫില്ലിങ് ചിലപ്പം വേസ്റ്റ് ആയിരിക്കും അടിമുകളിൽ. പുറമേ നോക്കുന്നുണ്ട് നമുക്ക് ഈ തൊട്ടടുത്ത ലാൻഡ് എല്ലാം ഈ മല പോലെ നിൽക്കുന്നു, ചിലപ്പോൾ ആ ഒരു വാലി ഫില്ല് ചെയ്തായിരിക്കാം. അങ്ങനെ വരുമ്പം ഈ തൊട്ടടുത്ത പ്ലോട്ടുകൾ തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് പറഞ്ഞിരിക്കുന്ന ഒരു പാറപ്പുറത്താണ്. അത് ഇങ്ങനെ ചരിവാണ്. ആ ചരിവിനകത്ത് ഫസ്റ്റ് ഏറ്റവും ടോപ്പിലൊരു റൂമുണ്ട്. അവിടെ നിന്ന് പാറക്കൂടെ തന്നെ ഇറങ്ങി താഴത്തെ സ്റ്റെപ്പ് ഇറങ്ങുന്നു. എന്നിട്ട് ആ പാറപ്പുറത്ത് ചുമ്മാ പറഞ്ഞു വെച്ചേക്കോ ഞാൻ. അതിനകത്ത് വേറെ നേരെ പാറപ്പുറത്ത് തന്നെയാണ് ബെൽറ്റ് പുറത്തേക്ക്. ആ ഒരു കോൺഫിഡൻസ്. പക്ഷേ ഇത് പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പണിയുമ്പോൾ അത് പണിയാം. ഒരു വീട്ടുകാർക്ക് പണിഞ്ഞു കൊടുക്കുന്ന തന്നെ എനിക്ക് അങ്ങനെ ചെയ്യാമെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. അത് പക്ക സ്ട്രക്ചറൽ എഞ്ചിനീയറെ കാണിച്ച് അത് ടെസ്റ്റ് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആണെങ്കിൽ നമുക്ക് റിസ്ക് എടുക്കാം. ഞങ്ങൾക്ക് ഇതുപോലൊരു സിറ്റുവേഷൻ വന്നിട്ടുള്ളത് എനിക്ക് തോന്നുന്നത്, ഇപ്പം സ്ട്രക്ചറൽ എഞ്ചിനീയർ ഡിസൈനും കാര്യങ്ങളും എല്ലാം എടുത്തു, സോയിൽ ടെസ്റ്റും ചെയ്തൊരു സൈറ്റിലെ ഫൗണ്ടേഷൻ അവർ വാനം എടുത്തിങ്ങനെ വരുന്ന സമയത്ത് എല്ലായിടത്തും നല്ല കട്ടിയുള്ള സോയിൽ, ഒരു പോർഷനിൽ മാത്രം ഇച്ചിരി ലൂസുണ്ട്. അപ്പോൾ എന്നോട് കോൺട്രാക്ടറിനോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങളെന്നാൽ ഇവിടെ മാത്രം ഇച്ചിരി CC കിട്ടെ. അപ്പം ഞാൻ പറഞ്ഞു CC ഇടാൻ വരട്ടെ, അത് അവിടെ ലൂസാണെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് താത്തി നോക്കിക്കോളാൻ പറഞ്ഞു. താത്തി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ലൂസ് സോയിൽ. അത് ഒരു 2500 സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ബാക്കി ഫൗണ്ടേഷൻ ഇരിക്കുന്നത് മുഴുവൻ ഹാർഡ് സ്ട്രാറ്റയിൽ, ഒരു പർട്ടിക്കുലർ റൂമിൻ്റെ ഒരു കോർണറോ ഒരു സൈഡോ മാത്രം ഇങ്ങനെ. അത് ക്ലിയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പണ്ട് ഏതോ കാലത്തെടുത്ത ഈ വെട്ടുകല്ലിൻ്റെ കുഴിയാണ്. പണ്ട് ഈ സൈറ്റിൽ തന്നെ വെട്ടുകല്ല് മാന്തി എടുത്തിട്ടാണ്
വോളുകൾക്കുള്ള ബ്രിക്ക് സെറ്റ് ചെയ്യുന്നു. അപ്പം അതെടുത്ത കുഴിയാണ് ആ കിടക്കുന്നത്. ഇതറിയാതെ പോയി വെറുതെ CC ഇട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ നിൽക്കുന്ന പോലെ ബിൽഡിങ്ങുകൾക്കൊക്കെ ഒരു ചെറിയ ഭയങ്കര റെലവൻസ് ഉള്ള ഒരു പോയിന്റ് ആണ് ഫ്രെഡി പറഞ്ഞത്. കാര്യം നമ്മൾ ഈ പറയുന്ന മിഡ്ലാൻഡ്, നമ്മൾ കോട്ടയം പത്തനംതിട്ടയൊക്കെ ഉൾപ്പെടുന്ന മിഡ്ലാൻഡുകൾ നമ്മൾ സ്ട്രോങ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇതുപോലെയുള്ള ഫാക്ടേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം നമ്മൾ പലപ്പോഴും വെട്ടുകല്ല് നമ്മുടെ സൈറ്റിൽ നിന്ന് തന്നെയായിരുന്നു പണ്ട് സോഴ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഫില്ല് ചെയ്ത് പോയ സ്ഥലങ്ങളിൽ വരുമ്പോഴത്തേക്കും എപ്പോഴും ഈ ഒരു സ്ട്രെങ്തിന്റെ ഭാഗം ഒരു കൺസേൺ ആണ്. അതുപോലെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന വേറൊരു കാര്യം സെറ്റിൽമെന്റ് വരുന്ന പല ബിൽഡിങ്ങുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒരു സൈഡിലോട്ടൊക്കെ ഇരുത്തി ഇത് ചെയ്ത് സെറ്റിൽമെന്റ് വരുമ്പോൾ അത് ഈവനായിട്ട് സെറ്റിൽ ചെയ്യണം. സെറ്റിൽമെന്റ് വരുന്നത് ഒരു പ്രശ്നമല്ല, അത് സോയിലിന്റെ കണ്ടീഷൻ വെച്ച് ഇപ്പോൾ കുട്ടനാട് പോലെ പ്രദേശങ്ങളിൽ എല്ലാ 15 മിനിറ്റിലും സെറ്റിൽമെന്റ് നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അത് സെറ്റിൽ ചെയ്യുന്നത് ഈവനായിട്ട് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഹെൽത്ത് ഹസാർഡ്സ് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഒരു വലിയൊരു വിപത്തിലേക്ക് വരെ അത് പോകാനുള്ള ചാൻസസ്. നമ്മൾ ഈ സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നതിന്റെ ഒരു ആവശ്യകത തന്നെ അതാണ്. കാര്യം ഈ ഫൗണ്ടേഷനിലേക്കുള്ള ലോഡ് ഈവനായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ആ ലോഡ് ഈവനായിട്ട് സോയിലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഫ്രെഡി പറഞ്ഞ പോലെ തന്നെ സെറ്റിൽമെന്റ് വരുവാണെന്നുണ്ടെങ്കിൽ, ഈവൻ ആയിട്ടുള്ള സെറ്റിൽമെന്റ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ സെറ്റിൽമെന്റ് ഒന്നും ഒരിക്കലും മാറ്റർ ചെയ്യില്ല. നേരെ മറിച്ച് ഈ ഡിഫറൻഷ്യൽ ആയിട്ട് വരുന്ന സെറ്റിൽമെന്റിലാണ് നേരത്തെ പറഞ്ഞ പോലെ ഒരു സൈഡിലോട്ട് ബിൽഡിംഗ് ചെരികയും ബിൽഡിംഗ് യൂസ്ഫുൾ ആകാതിരിക്കുന്ന സിറ്റുവേഷൻസിലേക്ക്. നമ്മുടെ മരടിലുള്ളൊരു ബിൽഡിംഗ് ഉണ്ടല്ലോ, വലിയ ഒരെണ്ണം, പണ്ട് തൊട്ടേ ഇങ്ങനെ ചെടി, അതൊക്കെ അങ്ങനെ വന്നതായിരിക്കും അല്ലേ? അതെ, ഹിസ്റ്ററി നമുക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. ഹിസ്റ്ററി എടുക്കണമെങ്കിൽ ഒത്തിരി തപ്പി ഇത് പത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഇപ്പം ഞങ്ങൾ കൺസ്ട്രക്ഷൻ ചെയ്യുന്ന സമയത്ത് ഈ മിഡ്ലാൻഡ് നമ്മൾ ഈ ഏറിയ ചെയ്യുമ്പം കഴിവതും നമ്മൾ വാനം എടുക്കുമല്ലോ, ഫൗണ്ടേഷൻ എടുക്കുമല്ലോ, അതിന്റെ ലാസ്റ്റ് വരുന്ന സോയില് ആ മൊത്തം പ്രൊജക്റ്റിന്റെ ഒരേ സ്വഭാവമാണെന്ന് നോക്കും. കോൺട്രാക്ട് എഴുതുമ്പം എഴുതുന്ന 2 അടി ഡെപ്ത്, 2 അടി വിട്ട് എഴുതത്തുള്ളൂ. പക്ഷെ ഞങ്ങൾ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കും, 2 അടിക്കുള്ളൊരു സ്വഭാവം ഉണ്ടല്ലോ മണ്ണിന്റെ, അത് തന്നെയാണോ എല്ലായിടത്തും വന്നേക്കുന്നത് നോക്കും. ചിലയിടത്ത് 6 ഫീറ്റ് ആവും, ചിലത് 5 ഫീറ്റ് ആവും. സ്വഭാവം സെയിം ആക്കാൻ നോക്കും. നമ്മൾ റബിൾ ചെയ്യുന്ന സമയത്ത് കാര്യം പറഞ്ഞു കേട്ടോ. റബിൾ ഇന്നിവിടെ കൂടുതലും റബിൾ മേസ് കരിക്കല്ല് വെച്ചാൽ കിട്ടുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എല്ലാം, അല്ലെങ്കിൽ എന്താ സെറ്റിൽമെന്റ് വ്യത്യാസം വരും. എല്ലാം ഒരേ ഡെപ്ത് എടുത്ത്, എല്ലാം 10 അടി തന്നെ ഡെപ്ത് എടുത്ത് വിചാരിച്ചു. എത്ര ഡെപ്ത് എടുത്തെന്ന് പറഞ്ഞാലും സ്വഭാവം ഒന്നല്ലെന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റ് വ്യത്യാസം. ഞങ്ങൾ ഡ്രോയിങ് ചെയ്യുമ്പോൾ കോൺട്രാക്ടറിന് എഴുതുന്ന ഒരു നോട്ട് ഉണ്ട് ഡ്രോയിങ്ങിന്റെ കൂട്ടത്തിൽ, എൻഷുർ സോയിൽ സ്ട്രേറ്റം ഇസ് ഈവൻ ത്രൂ ഔട്ട്. അപ്പം അത് തീർച്ചയായും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതെന്നാണ്. വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആയിരുന്നു.